ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിൽ പ്രീപോൾ സർവേ ഫലങ്ങൾ കൊടുത്തപ്പോൾ 2 മണിക്കൂറായിട്ട് കൊടുത്തപ്പോൾ അതിനകത്ത് വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട യൂട്യൂബിന് താഴെ വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം നിങ്ങൾ ഓവറായിട്ട് മതം പറയുന്നു എന്നതായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ ആളുകൾ വോട്ട് ചെയ്യുന്നത്, രാഷ്ട്രീയമായിട്ടല്ലേ, എന്തിന് നിങ്ങളത് പറയുന്നു എന്ന ചോദ്യം കുറേ ഭാഗത്ത് നിന്ന് വന്നു. കൂടുതലും ഒരു ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്നായിരിക്കണം അത് വന്നിട്ടുള്ളത് എന്ന് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിനകത്ത് മത ശതമാന കണക്കിങ്ങനെയാണ്. ആ ശതമാനത്തിന് ആനുപാതികമായിട്ട് മതവും സാമുദായികതയും പ്രായവും തിരിച്ചു നോക്കേണ്ടതിൻ്റെ ഒരു ശാസ്ത്രീയ ആവശ്യകത എങ്ങനെയാണ് വിശദീകരിച്ചു കൊടുക്കുക? ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ മതപരമായിട്ട് തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് ബന്ധമുണ്ട്. രാഷ്ട്രീയ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബിഹേവിയറുമായിട്ട് ബന്ധമുണ്ട്. അതായത് ഇപ്പോൾ എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളും അല്ലെങ്കിൽ ന്യൂനപക്ഷ മതങ്ങളും അതുപോലെ ഭൂരിപക്ഷ മതവും ഒരേ പൊളിറ്റിക്കൽ ബിഹേവിയറല്ല കാണിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ന്യൂനപക്ഷങ്ങൾ പൊതുവെ UDFന് അല്പം ഫേവറബിളായിട്ടാണ് എല്ലാ കാലത്തും ഒരു വോട്ടിംഗ് ബിഹേവിയർ കാണുന്നത്. അതേപോലെ തന്നെ ഭൂരിപക്ഷ വിഭാഗം ഹിന്ദു വിഭാഗം ആണ് യഥാർത്ഥത്തിൽ കൂടുതൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി മുൻകാലങ്ങളിൽ കണ്ടിരിക്കുന്ന ഒരു ഘടകം. അതുകൊണ്ട് മതം രാഷ്ട്രീയ കാര്യങ്ങളിൽ ഒരു ഘടകമാണ്. അത് മതം പറയുക എന്നുള്ളതല്ല, അതിൻ്റെ ഏതെങ്കിലും നെഗറ്റീവ് അർത്ഥത്തിലല്ല ഈ പറയുക. മതപരമായിട്ട് അല്ലെങ്കിൽ ജാതിപരമായിട്ട് എല്ലാം പൊളിറ്റിക്കൽ ബിഹേവിയറിൽ മാറ്റം വരുന്നു. അപ്പോൾ ഇതൊരു ഇലക്ഷൻ സർവേ ആകുമ്പോൾ തീർച്ചയായിട്ടും ആ ഘടകങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അത് പാലിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ സർവേ തെറ്റായിരിക്കും. ആ അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ ഈ മതവും അല്ലെങ്കിൽ വർഗവും ഒക്കെ പറയുന്നത്. അതുപോലെ തന്നെ പ്രായത്തിൻ്റെ രീതി എടുത്തു കഴിഞ്ഞാൽ ഈ 18-25 എന്ന് പറയുന്നതിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും പുതിയ വോട്ടർമാരാണ്. അപ്പോൾ ആ പുതിയ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയണമെങ്കിൽ ആ യഥാർത്ഥ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ പ്രാതിനിധ്യം ഉണ്ടാകണം. അതുപോലെ തന്നെയാണ് 60 വയസ്സിന് മുകളിലുള്ളവർ. അതേപോലെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മുടെ സമൂഹത്തിൽ, അതായത് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിലാണ്. അപ്പോൾ ഈ സൈബർ ഇടങ്ങളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ആൾക്കാർ ഏതാണ്ട് 30 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ബാക്കി 25 വയസ്സിന് അല്ലെങ്കിൽ 30 വയസ്സിന് താഴെയുള്ളവരും 60 വയസ്സിന് മുകളിലുള്ളവരുടെയും അഭിപ്രായം എന്താണ് എന്നൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രായവ്യത്യാസമനുസരിച്ച് ആനുപാതികമായ സാമ്പിൾ ഉണ്ടാകണം. അവരുടെ അഭിപ്രായങ്ങളെ ഗവനിക്കുകയും ചെയ്യണം.